ഓക്കെ, സോ ഡിസ്റ്റർബൻസിന് സോറി കേട്ടോ. ഓക്കെ, സോ ഞാൻ സിലബസ് അനുസരിച്ചാണ് പോകുന്നത്. സോ നമ്മൾ അടുത്ത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ കമ്പോസിഷൻ ഓഫ് മിനറൽസ് ആണ് പറഞ്ഞു പോകുന്നത്. സോ അതിൽ വരുന്ന ടേംസ് ഞാൻ ഇതിന്റെ കൂടെ ആയിരിക്കും ഡിഫൈൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫെൽസ്പാർ ഗ്രൂപ്പ് ആണ്. ഓക്കെ, സോ ഫെൽസ്പാർ എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് പ്രോമിനന്റ് ഗ്രൂപ്പ് ഓഫ് മിനറൽസ് ആണ്. ഓക്കെ, മോർ ദൻ 50% ബൈ വെയിറ്റ് ഉണ്ട്. എർത്തിന്റെ ക്രസ്റ്റിൽ മോർ ദൻ 50% ബൈ വെയിറ്റ് ഉണ്ട്. ഇത് മെയിൻലി ഓക്കർ ചെയ്യുന്നത് ഇഗ്നീഷ്യസ് റോക്സിലാണ്. ഈ ഫെൽസ്പാർ നമ്മൾ കാണപ്പെടുന്നത് ഇഗ്നീഷ്യസ് റോക്സിലാണ് കൂടുതലും ഫെൽസ്പാറിന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ കെമിക്കൽ കമ്പോസിഷൻ നോക്കാം. ഫെൽസ്പാർ എന്ന് പറഞ്ഞാൽ അലുമിനോ ഓസിലോസ്കേറ്റ്സ് ആണ് ഓഫ് സോഡിയം, പൊട്ടാഷ്യം ആൻഡ് കാൽഷ്യം. അലുമിനോ സിലിക്കേറ്റ്സ് ഓഫ് സോഡിയം, പൊട്ടാഷ്യം ആൻഡ് കാൽഷ്യമിനെയാണ് നമ്മൾ ഫെൽസ്പാർ എന്ന് പറയുന്നത്. ഇനി ജനറൽ സീരീസ് ഓഫ് ഫോർമുല നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചാൽ WZ4O8. നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക. ജനറൽ സീരീസ് ഫോർമുല എന്ന് പറയുന്നത് WZ4O8 ആണ്. അതിൽ W എന്ന് പറയുന്നത് സോഡിയം ആവാം, പൊട്ടാഷ്യം ആവാം, കാൽഷ്യം ആവാം, ബേരിയം ആവാം, എന്ത് വേണോ ആവാം. ഞാൻ നേരത്തെ പറഞ്ഞു അലുമിനോ സിലിക്കേറ്റ്സ് ഓഫ് സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യത്തിനെയാണ് നമ്മൾ ഫെൽസ്പാർ എന്ന് പറയുന്നത്. അതിൽ ഇസഡ് എന്ന് പറയുന്നത് എയ്തർ സിലിക്ക, ഓക്കെ, എയ്തർ സിലിക്ക ആൻഡ് അലുമിന അല്ല, സിലിക്ക ആൻഡ് അലുമിനയാണ്. ദാറ്റ് ഈസ് സിലിക്ക ഈസ് ടു അലുമിന ഷോസ് എ വേരിയേഷൻ ഫ്രം 3:1 or 1:1. ഒന്നെങ്കിൽ അവർ 1:1 സിലിക്ക അലുമിന ഉള്ളത്, അല്ലെങ്കിൽ സിലിക്ക 3യും അലുമിന ഒരു പാർട്ടിലായിരിക്കും ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ നോക്ക്, WZ4O8 ഫോമിലാണല്ലോ എഴുതുന്നത്. Z4 എന്ന് പറഞ്ഞാൽ അലുമിനിയവും സിലിക്കയും ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 വേണം കിട്ടാൻ. Wന് പകരം ഞാനിവിടെ സോഡിയം എഴുതി, അലുമിനിയം ഒരെണ്ണം എഴുതിയുള്ളൂ ഇസഡിന് പകരം. സോ ഇസഡ് എനിക്ക് 4 അല്ലേ വേണ്ടത്. സോ ബാക്കി റിമൈനിങ് 3 ആയിരിക്കും എൻ്റെ സിലിക്ക. NaAlSi3O8. പൊട്ടാഷ്യം വന്നപ്പോൾ എങ്ങനെയാ? KAlSi3O8. ഇനി കാൽഷ്യം വന്നപ്പോൾ അലുമിനിയം 2 ആയി. എനിക്ക് ഇസഡ് എപ്പോഴും 4 അല്ലേ വരേണ്ടത്. സോ ബാക്കി സിലിക്ക എത്രയായിരിക്കും? 2. CaAl2Si2O8. ദാറ്റ് ഈസ് AlSi ടുഗെദറിനെയാണ് നമ്മൾ ഇസഡ് എന്ന് പറയുന്നത്. അതെപ്പോഴും 4 ആയിരിക്കും. സോ ഇതെപ്പോഴും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. WZ4O8. W എന്ന് പറയുന്നത് സോഡിയം, പൊട്ടാഷ്യം അല്ലെങ്കിൽ കാൽഷ്യം ആയിരിക്കും. ഇസഡ് എന്ന് പറയുന്നത് അലുമിനിയം അല്ലെങ്കിൽ സിലിക്ക. അവ രണ്ടുപേരുടെ എണ്ണം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 വേണം കിട്ടാൻ. ഓക്കെ, ഒന്നെങ്കിൽ 1:3 റേഷ്യോയിലായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ റേഷ്യോസിലായിരിക്കും അവർ ഉണ്ടാവുക. ഇനി അവരുടെ അറ്റോമിക് സ്ട്രക്ചർ എന്താണ്? ദേ ഹാവ് എ കോംപ്ലെക്സ് 3D ഫ്രെയിംവർക്ക് ഓഫ് SiO4 ആൻഡ് AlO4 ടെട്രാഹെഡ്രൽ. ഓക്കെ, SiO4 അല്ലെങ്കിൽ AlO4 ആണ് അവരുടെ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് അവർക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഓക്കെ, റിസൾട്ടിങ് നെറ്റ്വർക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഈ സോഡിയവും പൊട്ടാഷ്യവും കാൽഷ്യവും ഒക്കെ പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലേ. ദ റിമൈനിങ് വൺ AlSi3O8 അല്ലെങ്കിൽ ഈ Z4O8 എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതുകൊണ്ട് ദേ ആർ ഓൾവേസ് സാറ്റിസ്ഫൈഡ് ബൈ എ പോസിറ്റീവ്ലി ചാർജ്ഡ് കാറ്റയോൺ ആയിരിക്കും. ഓക്കെ, resulting network is a negatively charged one and hence it is satisfied by the presence of a positively charged. ഇനി സോ നമ്മൾ കെമിക്കൽ കമ്പോസിഷൻ പഠിച്ചു. WZ4O8 ആണ്. അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? SiO4 അല്ലെങ്കിൽ AlO4 ടെട്രാഹെഡ്രൽ ആണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് ആ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ദേ ആർ സാറ്റിസ്ഫൈഡ് ബൈ പോസിറ്റീവ്ലി ചാർജ്ഡ്. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവർ 2 ക്രിസ്റ്റലൈൻ ഫോംസിലാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ മോണോക്ലിനിക് അല്ലെങ്കിൽ ട്രൈക്ലിനിക്. ഈ മോണോക്ലിനിക്കും ട്രൈക്ലിനിക്കും എന്താണെന്ന് നമുക്ക് നോക്കാം. മോണോക്ലിനിക് എന്ന് പറഞ്ഞാൽ ഇതാണ് അവരുടെ ഷേപ്പ്. ഓൾ ദ 3 ആക്സിസ് ആർ അൺഈക്വൽ ഇൻ ലെങ്ത്. എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും ലെങ്ത് അൺഈക്വൽ ആണ്. ആൻഡ് 2 ആക്സിസ് ആർ perpendicular to each other. Okay,
രണ്ട് ആക്സിസ് എപ്പോഴും പെർപെൻഡിക്കുലർ ടു ഈച്ച് ആയിരിക്കും. ഓക്കെ, among the three axes രണ്ട് ആക്സിസ് എപ്പോഴും പെർപെൻഡിക്കുലർ ടു ഈച്ച് ആയിരിക്കും. ഓക്കെ, ചിലപ്പം ഇസഡും എക്സും പെർപെൻഡിക്കുലർ ടു ഈച്ച് ആയിരിക്കും, എക്സും വൈയും പെർപെൻഡിക്കുലർ ടു ഈച്ച് ആയിരിക്കും, ഇസഡും എക്സും പെർപെൻഡിക്കുലർ ടു ഈച്ച് ആയിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, സോ മോണോക്ലിനിക് എന്ന് പറഞ്ഞാൽ 3 ആക്സിസ് ഉണ്ട്, 3 ആക്സിസും അൺഈക്വൽ ലെങ്ത് ആണ്, 2 എണ്ണമാണ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇനി ട്രൈക്ലിനിക് എന്ന് പറഞ്ഞാലോ 3ഉം അൺഈക്വൽ ലെങ്ത് തന്നെയാണ്, പിന്നെ 3 ആക്സിസും അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലറേ അല്ല, 3 ആക്സിസും തോന്നുന്ന ഡിറക്ഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, അതാണ് മോണോക്ലിനിക്കും ട്രൈക്ലിനിക്കും. ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കമ്പോസിഷൻ. നമുക്ക് പൊട്ടാഷ് ഫെൽസ്പാർ ഉണ്ട്, സോഡ ലൈം അഥവാ പ്ലാഗിയോക്ലേസ് ഫെൽസ്പാർ ഉണ്ട്. പൊട്ടാഷ് ഫെൽസ്പാർ എന്ന് പറയുന്നത് എന്താണ്? KAlSi3OH ആണ്. ഓർത്തോക്ലേസ്, സാനിഡൈൻ ആൻഡ് മൈക്രോക്ലൈൻ. സോഡ ലൈം ഫെൽസ്പാറിനെ പ്ലാഗിയോക്ലേസ് ഫെൽസ്പാർ എന്ന് പറയും. They consist of an isomorphous series of 6 feldspar with എന്താണ് NaAlSi3OH, CaAl2Si2OH as end members. Okay, സംഭവം എന്താ വെച്ചാൽ പൊട്ടാഷ് ഫെൽസ്പാർ തന്നെ 3 എണ്ണം ഉണ്ടാവും, ഓർത്തോക്ലേസ്, സാനിഡൈൻ, മൈക്രോക്ലൈൻ. സോഡ ലൈം ഫെൽസ്പാർ തന്നെ 6 ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുന്നത് വിത്ത് ഈ 2 സാധനങ്ങൾ ആസ് എൻഡ് മെമ്പേഴ്സ്. ഓക്കെ, ആൽബൈറ്റ്, ലാബ്രോഡറൈറ്റ്, ഒലിഗോക്ലേസ്, ബിറ്റ്വോണൈറ്റ്, ആൻഡസൈൻ, അനോർത്തൈറ്റ്. ഇതിന്റെയാണ് ആൽബൈറ്റ് അനോർത്തൈറ്റ് സീരീസ് എന്ന് പറയും അവരുടെ. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് പേര് കാണാണ്ട് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്, അല്ലാണ്ട് നമുക്ക് വേറെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കുറച്ച് പാടാണെന്ന് എനിക്കറിയാം, കുറച്ച് കാണാണ്ട് പഠിക്കാൻ ഇതിൽ ഉണ്ട്. സോ പൊട്ടാഷ് ഫെൽസ്പാറിന്റെ 3 എണ്ണം, സോഡ ലൈം ഫെൽസ്പാറിന്റെ ഐസോമോർഫസ് സീരീസിന്റെ 6ഉം പിന്നെ ആൽബൈറ്റ് അനോർത്തൈറ്റ് സീരീസും ആണ് ഇവിടെ പറഞ്ഞത്. So this is the classification based on chemical composition. So chemical composition classificationലാണ് മെയിൻ ആയിട്ട് പൊട്ടാഷ് ഫെൽസ്പാറും സോഡ ലൈം ഫെൽസ്പാറും ആയിട്ട് ഞാൻ ക്ലാസിഫൈ ചെയ്തത്. ഇനി ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മോണോക്ലിനിക് ആയിട്ടും ട്രൈക്ലിനിക് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലെ ഓർത്തോക്ലേസും സാനിഡൈനും മോണോക്ലിനിക് ആണ്. ഓക്കെ, മൈക്രോക്ലൈനും ആൽബൈറ്റ് അനോർത്തൈറ്റ് സീരീസ് എന്ന് പറയുന്നത് ട്രൈക്ലിനിക് ഫെൽസ്പാർ ആണ്. ഓക്കെ, സോ കെമിക്കൽ കമ്പോസിഷൻ വഴി പൊട്ടാഷ്യം സോഡ ലൈമും ആണെങ്കിൽ ക്രിസ്റ്റലൈൻ വഴി മോണോക്ലിനിക്കും ട്രൈക്ലിനിക്കും ആയിട്ട് എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി കമ്മിങ് ഓൺ ടു ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ലൈറ്റ് ഇൻ കളർ. കാരണം എന്താണ്? അയണും മാഗ്നീഷ്യം ഒന്നും പ്രസന്റ് ആയിട്ടില്ലാത്തതുകൊണ്ട് ദേ ആർ ലൈറ്റ് ഇൻ കളർ. പിന്നെ ദേ ഹാവ് ലോവർ സ്പെസിഫിക് ഗ്രാവിറ്റി. ഒരു 2.6 ആണ് അവരുടെ സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ റേഞ്ച് വരുന്നത്. അവർക്ക് ഡബിൾ ക്ലീവേജ് ആണ് ഉള്ളത്. ഹാർഡ്നെസ് എന്ന് പറയുന്നത് 6 to 6.5 ആണ് ഫെൽസ്പാറിന്റെ. ഓക്കെ, ഫെൽസ്പാറിന്റെ എക്സാമ്പിൾ ആണ് ഓർത്തോക്ലേസ്, ആൽബൈറ്റ് ആൻഡ് അനോർത്തൈറ്റ്. ആൽബൈറ്റ് ആൻഡ് അനോർത്തൈറ്റിനെയാണ് നമ്മൾ ഈ പ്ലാഗിയോക്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, പൊട്ടാഷ് ഫെൽസ്പാറും ഈ പ്ലാഗിയോക്ലേസിനെയാണ് നമ്മൾ ആൽബൈറ്റ് അനോർത്തൈറ്റ് സീരീസ് എന്ന് പറയുന്നത്. സി കൺസിസ്റ്റ് ഓഫ് ആൻ ഐസോമോർഫസ് സീരീസ് ഓഫ് 6 ഫെൽസ്പാർ ഇല്ലേ, ആ 6 ഫെൽസ്പാർ ആണ് ആൽബൈറ്റ്, റാബ്ഡോറൈറ്റ്, ഒലിഗോക്ലേസ്, ബിറ്റ്വണൈറ്റ്, ആൻഡസൈൻ, അനോർത്തൈറ്റ് എന്ന് പറയുന്നത്. ഈ 6 എണ്ണത്തിന് നമ്മൾ ആൽബൈറ്റ് അനോർത്തൈറ്റ് സീരീസ് എന്നാ പറയുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് ദാറ്റ് ഇസ് ആൽബൈറ്റ് തൊട്ട് അനോർത്തൈറ്റ് വരെയുള്ള 6 സീരീസ് ആണ് സോഡ ലൈം ഫെൽസ്പാറിൽ വരുന്നത്. അതാണ് പ്ലാഗിയോക്ലേസ് ഫെൽസ്പാർ. 3 ഓർത്ത് വെക്കുക. ഓക്കെ, ഫുൾ കാണാണ്ട് പഠിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഓർത്തോക്ലേസ് ആണ്. ഫെൽസ്പാറിന്റെ എക്സാമ്പിൾ ആണ് ഈ ഓർത്തോക്ലേസ് എന്ന് പറയുന്നത്. ഓർത്തോക്ലേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കെമിക്കൽ കമ്പോസിഷൻ എന്താണ്? KLSi3OH. ഇതെന്താണ്? നമ്മുടെ പൊട്ടാഷ് ഫെൽസ്പാറിനെയാണ് നമ്മൾ ഓർത്തോക്ലേസ് എന്ന് പറയുന്നത്. അതിന്റെ ക്രിസ്റ്റൽ സിസ്റ്റം മോണോക്ലിനിക് ആണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു.
ഫോം എന്ന് പറഞ്ഞത് നേരത്തെ ഓർമ്മയുണ്ടോ? അറ്റോമിക് സ്ട്രക്ചേഴ്സിന്റെ അറേഞ്ച്മെന്റിനെയാണ് ഫോം എന്ന് പറയുന്നത്. നമ്മൾ പ്രോപ്പർട്ടീസിൽ പഠിച്ചതാണ്. അവരുടെ ഫോം എന്ന് പറയുന്നത് മാസീവ് ആണ്. കളർ എന്താണ്? വേരിയസ് ഷെയ്ഡ്സ് ഓഫ് പിങ്ക്, റെഡ്. ഒരു റെഡിഷ് അഥവാ റെഡിഷ് ഫാമിലിയിലാണ് ഈ ഓർത്തോക്ലേസിന്റെ കളർ വരുന്നത്. ലസ്റ്റർ എന്ന് പറഞ്ഞാല് വിട്രിയസ്. വിട്രിയസ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഗ്ലാസ് പോലെയാണ് കാണാൻ. പടത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും ലസ്റ്ററിൽ വരുന്ന ഗ്ലാസ് പോലെയാണ് കാണാൻ. ക്ലീവേജ് എന്ന് പറയുന്നത് ഡബിൾ ആണ്. ഇറ്റ് ഇസ് പ്രിസ്മാറ്റിക് ആൻഡ് പെർഫെക്റ്റ് ക്ലീവേജ് ആണ്. ഹാർഡ്നെസ് 6 to 6.5. സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ വാല്യൂ. ഒപ്റ്റിക്കൽ സൈൻ ഒപ്റ്റിക്കലി നെഗറ്റീവ്. ഈ ഒപ്റ്റിക്കലി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സി, ഡബിൾ റിഫ്രാക്ഷൻ നടക്കുന്ന സമയത്ത് ലൈറ്റ് ഇസ് റിഫ്ലെക്റ്റഡ് ഇൻ ടു 2 റേസ് ആണ്. ഓക്കെ, ഒരു ഓർഡിനറി റേയും ഒരു എക്സ്ട്രാ ഓർഡിനറി റേയും. ഈ എക്സ്ട്രാ ഓർഡിനറി റേ എന്താന്ന് വെച്ചാല് ദാറ്റ് റേ വിച്ച് ഡസ് നോട്ട് ഒബേ ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ഒരു റേ തന്നെ അൺപോളറൈസ്ഡ് റേ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓർഡിനറി റേയും എക്സ്ട്രാ ഓർഡിനറി റേയും. ഈ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാല് ഡബിൾ റിഫ്രാക്ഷൻ സമയത്ത് ഒരു റേനെ 2 റേയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന ഒരു റേ ആണ് വിച്ച് ഡസ് നോട്ട് ഒബേ ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അതിനെയാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി റേ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഒബേ ചെയ്യാത്തതെന്ന് ചോദിച്ചാല് അത് ഈ റിഫ്രാക്ഷൻ സമയത്ത് പോകുമ്പോൾ അതിന്റെ സ്പീഡ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഒബേ ചെയ്യാത്തത്. ഓക്കെ, സോ ആ ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഒബേ ചെയ്യാത്ത റേനെയാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി റേ എന്ന് പറയുന്നത്. ഇനി ഈ എക്സ്ട്രാ ഓർഡിനറി റേന്റെ വെലോസിറ്റി ഓർഡിനറി റേന്റെ വെലോസിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ ഒപ്റ്റിക്കലി നെഗറ്റീവ് എന്ന് പറയും. സി, if the velocity of the extraordinary ray is greater than that of ordinary ray ആണെങ്കിൽ നമ്മൾ അതിനെ ഒപ്റ്റിക്കലി നെഗറ്റീവ് എന്ന് പറയും. അല്ല, നേരെ തിരിച്ചാണെങ്കിൽ അതിനെ ഒപ്റ്റിക്കലി പോസിറ്റീവ് എന്ന് പറയും. ഓക്കെ, സോ നമ്മുടെ ഓർത്തോക്ലേസ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി നെഗറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ട്രാ ഓർഡിനറി റേന്റെ വെലോസിറ്റി ഓർഡിനറി റേന്റെ വെലോസിറ്റിനേക്കാളും കൂടുതലാണ്. ഓക്കെ, പിന്നെ വരുന്ന സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് എന്താന്ന് ചോദിച്ചാല് മോസ്റ്റ് കോമൺ ആൻഡ് എസെൻഷ്യൽ കൺസ്റ്റിറ്റ്വന്റ് ഓഫ് മെനി ഇഗ്നീഷ്യസ് റോക്ക്. നമ്മൾ ഫെൽസ്പാറിന്റെ ജനറൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇഗ്നീഷ്യസ് റോക്സിലാണ്. ഒരു സെറാമിക് മെറ്റീരിയലായിട്ടാണ് നമ്മൾ ഓർത്തോക്ലേസിന് യൂസ് ചെയ്യുന്നത്. ഈ ടേബിൾ കാണാണ്ട് പഠിക്കാണ്ട് ഒരു നിവൃത്തിയില്ല. ഞാനത് വീണ്ടും വീണ്ടും പറയുവാണ്. സോ ഈ ടേബിൾ കാണാണ്ട് പഠിക്കാണ്ട് ഒരു നിവൃത്തി ഇല്ല. പോട്ടെ, നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് ആൽബൈറ്റ്. ഓക്കെ, സോഡിയം അലുമിനിയം സിലിക്കേറ്റ് ദാറ്റ് ഈസ് NaAlSi3O8 ഉം CaAl2Si2O8നെയാണ് നമ്മൾ ഈ ആൽബൈറ്റ് എന്ന് പറയുന്നത്. ആൽബൈറ്റ് അനാർത്തൈറ്റ് 6 സീരീസ് പറഞ്ഞില്ലേ, അല്ല ആൽബൈറ്റ് എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ സിസ്റ്റം ട്രൈക്ലിനിക് ആണ്. ട്രൈക്ലിനിക് എന്താന്ന് ഓർമ്മയുണ്ടോ? 3 ആക്സിസ് ഉണ്ട്. ലെങ്ത് 3ഉം ഈക്വൽ അല്ല, ആക്സിസ് 3ഉം പെർപെൻഡിക്കുലറും അല്ല. അതാണ് ട്രൈക്ലിനിക് എന്ന് പറയുന്നത്. ഓക്കെ, കളർലെസ് ആണ്. സോ കളർലെസ് ആണെങ്കിൽ സ്ട്രീക്കും കളർലെസ് ആണ്. ഓക്കെ, ഒന്നെങ്കിൽ കളർലെസ് ക്രിസ്റ്റൽ ഒന്നെങ്കിൽ കളർലെസ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ഒരു പിങ്കിഷ് വൈറ്റ് ആയിട്ടിരിക്കും. സ്ട്രീക്ക് എന്ന് പറയുന്നത് കളർലെസ് ആണ്. ഇതിന് ലെസ്റ്റർ എന്താ വരുന്നത്? ഗ്ലാസ് പോലെ അല്ലെങ്കിൽ പേർളിഷ് ആയിട്ടായിരിക്കും ലസ്റ്റർ ഇരിക്കുന്നത്. ഹാർഡ്നെസ് സെയിം തന്നെയാണ്, 6 to 6.5. സ്പെസിഫിക് ഗ്രാവിറ്റി 2.6 റേഞ്ചിലാണ് വരുന്നത്. ഇത് ഒപ്റ്റിക്കലി പോസിറ്റീവ് ആണ്. നിങ്ങൾ പഠിക്കുമ്പോൾ എളുപ്പത്തിന് ഈ ഓർത്തോക്ലേസും ആൽബൈറ്റും ഫെൽസ്പാറിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇതിന്റെ ക്രിസ്റ്റൽ സിസ്റ്റം മോണോക്ലിനിക് ആണ്. സോ ആൽബൈറ്റിന്റെ ട്രൈക്ലിനിക് ആണ്. ഇതിന് കളർ ഉണ്ട്, ഇതിന് കളർ ഇല്ല. അങ്ങനത്തെ ഒരു രീതിയിൽ കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാം. ഓക്കെ, സോ ഓർത്തോക്ലേസ് ഒപ്റ്റിക്കലി നെഗറ്റീവ് ആണ്. സോ ആൽബൈറ്റ് ഒപ്റ്റിക്കലി പോസിറ്റീവ് ആണ്. നിങ്ങൾ A+ എന്ന് ഓർത്താൽ മതി. ഒപ്റ്റിക്കൽ സൈൻ പോസിറ്റീവ്. ആൽബൈറ്റ് A ആണ്, A+ ഒപ്റ്റിക്കലി പോസിറ്റീവ്. സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് രണ്ടും സെയിം തന്നെയാണ്. കാരണം ഫെൽസ്പാറിന്റെ 2
ക്ലാസിഫിക്കേഷൻ അല്ലേ. സോ സെറാമിക് മെറ്റീരിയൽ തന്നെയാണ്, ഇഗ്നീഷ്യസ് റോക്കിന്റെ കോൺസ്റ്റുവന്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ തന്നെ എനോർത്തൈറ്റ് ആണ്. ഓക്കെ, ആൽബൈറ്റും എനോർത്തൈറ്റും നമ്മൾ നേരത്തെ ഇവിടെ ക്ലാസിഫിക്കേഷൻ ജനറൽ ടേബിൾ പഠിച്ചപ്പോൾ ഓർമ്മയുണ്ടോ? ആൽബൈറ്റ് എനോർത്തൈറ്റ് ഒക്കെ ട്രൈ ക്ലിനിക്കിലാണ് വരുന്നത്. ഓർത്തോക്ലേസ് മാത്രമേ ഉള്ളൂ മോണോക്ലിനിക്കില്. സോ അതന്നെ ഇവിടെ ഓർത്ത് വെക്കുക. എനോർത്തൈറ്റ് CaAl2SI2O8 ആണ് എനോർത്തൈറ്റ് എന്ന് പറയുന്നത്. ആൽബൈറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും വരുന്നതിനെയാണ് നമ്മൾ ആൽബൈറ്റ് എന്ന് പറയുന്നത്. എനോർത്തൈറ്റ് കാൽഷ്യം മാത്രം വരുന്നതാണ്. ഡ്രൈ ക്ലിനിക് ആണ്. സ്ട്രീക്ക് എന്താണ്? കളർലെസ് ആണ്. കളർ എന്ന വൈറ്റ് ആണ്. ചില സമയത്ത് ഗ്രേയിലും കാണപ്പെടും. ഓക്കെ, ലെസ്റ്റർ എന്ന് പറഞ്ഞാൽ സെമി വിട്രിയസ്, ഫുള്ളി ഗ്ലാസ് പോലെയല്ല, ഏതാണ്ട് ഗ്ലാസ് പോലെയാണ്. ക്ലീവേജ് 2 സെറ്റ് തന്നെയാണ് ഉള്ളത്, പെർഫെക്റ്റ് ആണ്. എനോർത്തൈറ്റ് ഒപ്റ്റിക്കലി നെഗറ്റീവ് ആണ്. ഓക്കെ, എനോർത്തൈറ്റ് അന്നില് N ഉണ്ട്, N ഉള്ളതുകൊണ്ട് നെഗറ്റീവ്, അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, എനോർത്തൈറ്റില് Nല് നെഗറ്റീവ് ആണ്. ആൽബൈറ്റില് A പോസിറ്റീവ്, ഓർത്തോക്ലേസ് നെഗറ്റീവ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊരു ഇത് വെച്ചിട്ട് ഓർത്ത് വെക്കുക. സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റുവന്റ് ഓഫ് മെനി ഇഗ്നീഷ്യസ് റോക്ക്. സോ നമ്മൾ ഫെൽസ്പാർ ഗ്രൂപ്പ് പഠിച്ചു. ഫെൽസ്പാർ ഗ്രൂപ്പിന്റെ ജനറലി നമ്മൾ പഠിച്ചു, അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർത്തോക്ലേസ്, ആൽബൈറ്റ്, എനോർത്തൈറ്റ് പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാണ്. പൈറോക്സീൻ ഗ്രൂപ്പാണ് അടുത്ത ഗ്രൂപ്പ്. ഓക്കെ, പൈറോക്സീൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് കളേർഡ് ആണ്. ഇഗ്നീഷ്യസും മെറ്റാമോർഫിക് റോക്കിലും കണ്ടുവരുന്ന ഒരു ടൈപ്പാണ്. ഓക്കെ, അവരുടെ കെമിക്കൽ കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ദേ ആർ ഫെറോ മാഗ്നീഷ്യൻ സിലിക്കേറ്റ്സ് ആണ്. അവരുടെ ജനറൽ സീരീസിന്റെ ഫോർമുല എന്ന് പറയുന്നത് RSiO4. അതിൽ R എന്ന് പറയുന്നത് കാൽഷ്യം ആകാം, സോഡിയം ആകാം, അലുമിനിയം ആകാം, ലിഥിയം ആകാം. ഓക്കെ, ആൻഡ് സിലിക്കനും ഓക്സിജനും ഒരു 1:3 റേഷ്യോയിലാണ് വരുന്നത്. ഓക്കെ, സിലിക്കൺ ആൻഡ് ഓക്സിജൻ 1:3 റേഷ്യോയിലായിരിക്കും വരുന്നത്. സോ RSiO4 ആണ് അവരുടെ കെമിക്കൽ കമ്പോസിഷൻ, ഓർത്ത് വയ്ക്കുക. ഇനി അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ ചെയിൻ സ്ട്രക്ചർ ഓഫ് സിലിക്കേറ്റ്സ് ആണ്. SiO ടെട്രാഹെഡ്രൺ ആർ ലിങ്ക് ടുഗെദർ അറ്റ് വൺ ഓഫ് ദി ഓക്സിജൻ ആറ്റംസ്. മെയിൻ ആയിട്ട് ഒരു സിംഗിൾ ചെയിൻ സ്ട്രക്ചറും SiO ടെട്രാഹെഡ്രൺ സ്ട്രക്ചറുമാണ് ഇവർക്ക് ഉള്ളത്. പിന്നെ അത്രയും മെയിനായിട്ട് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് മോണോക്ലിനിക്കും ഓർത്തോറോംബിക്കും ആണ്. സോ മോണോക്ലിനിക് എന്താന്ന് നമ്മൾ നോക്കി, നമുക്കിനി നോക്കാനുള്ളത് ഓർത്തോറോംബിക് എന്താണെന്നാണ്. ഓർത്തോറോംബിക് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ ദി 3 ആക്സിസ് ആർ അൺഈക്വൽ ഇൻ ലെങ്ത്. പക്ഷെ എല്ലാ ആക്സിസും അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആണ്. ദാറ്റ് ഈസ് XZ Y എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആണ്. പക്ഷെ മോണോക്ലിനിക്കിൽ ആകെ 2 എണ്ണം മാത്രമായിരുന്നു പെർപെൻഡിക്കുലർ ആയിട്ട് നിന്നത്. ഓക്കെ, ഓർത്തോറോംബിക്കിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആണ്. ഇനി അവരുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഓർത്തോറോംബിക്കും ഉണ്ട്, മോണോക്ലിനിക്കും ഉണ്ട്. ഓർത്തോറോംബിക്കില് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഹൈപ്പർസ്തീൻ ആണ്. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ഹൈപ്പർസ്തീൻ പഠിക്കാനും, മോണോക്ലിനിക്കിലെ ഓഗൈറ്റും മാത്രമാണ് നമുക്ക് നമ്മുടെ സിലബസിൽ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഡാർക്ക് ഇൻ കളർ ആണ്. ഹാർഡ്നെസ് 5 to 6, സ്പെസിഫിക് ഗ്രാവിറ്റി ഒരു 3 to 3.8 ആണ്. ആൻഡ് പൈറോക്സിൻ ക്രിസ്റ്റൽസ് ആർ ഷോർട്ട് ആൻഡ് സ്റ്റൗട്ട്. സ്റ്റൗട്ട് എന്ന് പറഞ്ഞാൽ ചെറുതാണ്, പക്ഷെ നല്ല വണ്ണുള്ളത് പോലെ, കുറച്ച് നല്ല തിക്ക് ആയിട്ടുള്ളതാണ്. പിന്നെ പ്രിസ്മാറ്റിക് ക്ലീവേജസ് പ്രോമിനന്റ്. ഓക്കെ, ക്ലീവേജ് നല്ല പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ക്ലീവേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഹൈപ്പർസ്റ്റീൻ എന്താന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് RSiO4 അല്ലെങ്കിൽ SiO എന്ന് പറയുന്നത് 1:3 റേഷ്യോയിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഹൈപ്പർസ്റ്റീനിൽ ഒന്നെങ്കിൽ അയൺ അല്ലെങ്കിൽ മാഗ്നീഷ്യം ആയിരിക്കും. അയണും മാഗ്നീഷ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡാർക്ക് കളേഴ്സ് കിട്ടുന്നത്. ഓക്കെ,
ഫെൽസ്പാറിന് ഡാർക്ക് കളേഴ്സ് ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അയണും മാഗ്നീഷ്യത്തിന്റെ ആബ്സെൻസ് ഉള്ളതുകൊണ്ടാണ്. ക്രിസ്റ്റൽ സിസ്റ്റം ഓർത്തോറോംബിക് ആണ്. ഫോം എന്ന് പറയുന്നത് മാസീവ് ആണ്. അയണും മാഗ്നീഷ്യം ആയതുകൊണ്ട് യൂഷ്വലി ഒരു ഗ്രീൻ അല്ലെങ്കിൽ ബ്ലാക്കിഷ് കളറാണ് കാണാൻ പറ്റുക. ലസ്റ്റർ എന്ന് പറയുന്നത് അഗെയിൻ ഗ്ലാസ് പോലെ തന്നെയാണ്, പേർലി ടു വിസ്ട്രസ്. ക്ലീവേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രിസ്മാറ്റിക് ക്ലീവേജ് ആണ്. ഹാർഡ്നെസ് എന്ന് പറയുന്നത് 5 to 6. Then specific gravity 3.4 to 3.5. ഒപ്റ്റിക്കലി നെഗറ്റീവ് ആണ്. സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് എന്താണ്? ഏറ്റവും കൂടുതൽ ഇഗ്നീഷ്യസും മെറ്റാമോർഫിക് റോക്സിലല്ലേ കാണാൻ പറ്റുന്നത്. ദേ ആർ ഓൾസോ ഫൗണ്ട് ഇൻ പ്ലൂട്ടോണിക് റോക്സ്. പിന്നെ വരുന്നത് ഓഗൈറ്റ്. ഓഗൈറ്റിന് കാൽഷ്യം, മാഗ്നീഷ്യം, അയൺ, അലുമിനിയം, സിലിക്കൺ, ഓക്സിജൻ ഇത്രയും വരും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ കോംപ്ലക്സ് സിലിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് കാൽഷ്യം, മാഗ്നീഷ്യം, അയൺ അല്ലെങ്കിൽ അലുമിനിയം അല്ലെങ്കിൽ സോറി ഇവിടെ കോമയില്ലല്ലോ. സോ ഈ കാൽഷ്യത്തിന്റെ പ്ലേസിൽ മാഗ്നീഷ്യോ അയണോ അലുമിനിയോ വരാം. പിന്നെ ഈ 2ന്റെ സ്ഥാനത്ത് സിലിക്കണും വരാം, അലുമിനിയവും വരാം. അതാണ് ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. സോ അതൊരു കോംപ്ലക്സ് സിലിക്കേറ്റ് ആണ്. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോംപ്ലക്സ് സിലിക്കേറ്റ് ആണെന്ന് പറയുക. ക്രിസ്റ്റൽ സിസ്റ്റം മോണോക്ലിനിക് ആണ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ആക്സിസ് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. ഫോം മാസീവ് ആണ്. കളർ എന്താണ്? അയൺ ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു ബ്ലാക്കും ഗ്രീനിഷ് ഷെയ്ഡാണ് വരുന്നത്. ഓക്കെ, ഒരു ഗ്ലാസി സ്ട്രക്ചർ, ദാറ്റ് ഈസ് വിട്രിയസ് ടു സെമി വിട്രിയസ് ആണ്. ഫ്രാക്ചർ പക്ഷെ അൺഈവൻ ആണ്. ക്ലീവേജ് എന്താണ്? ഡബിൾ ക്ലീവേജ് ആണ്. പ്രിസ്മാറ്റിക് ആണ്, പക്ഷെ അൺഈവൻ ആയതുകൊണ്ട് പെർഫെക്റ്റ് അല്ല. ഹാർഡ്നെസ് 5 to 6. സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കറിയാം. എല്ലാത്തിനും അറൌണ്ട് സെയിം തന്നെയാണ് വരുന്നത്. സോ അത് കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ പഠിച്ചു വെച്ചാൽ മതി, കുഴപ്പമില്ല. ഒപ്റ്റിക്കലി പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡിനറി റേയിന്റെ വെലോസിറ്റി ആണ് എക്സ്ട്രാ ഓർഡിനറി റേയിന്റെ വെലോസിറ്റിനേക്കാളും കൂടുതൽ. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ എന്താ? നിയർലി ഒപ്പേക്ക് ആണ്. നമുക്കത് ഈ പടത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പൈറോക്സിനിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു മിനറൽ ആണ് ഈ ഓഗൈറ്റ് എന്ന് പറയുന്നത്. പൈറോക്സിൻ ഗ്രൂപ്പിൽ ദ മോസ്റ്റ് കോമൺ വൺ ആണ് നമ്മുടെ ഓഗൈറ്റ്. സോ ഇഷ്ടംപോലെ ഉണ്ട് പൈറോക്സിൻ ഗ്രൂപ്പിൽ. അതിൽ ഹൈപ്പർസ്റ്റീനും ഓഗൈറ്റും മാത്രമേ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദി ആംഫിബോൾ ഗ്രൂപ്പ് ആണ് പഠിക്കാൻ പോകുന്നത്.